അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അൽഹംദുലില്ലാഹ്, ഓരോ പ്രഭാതത്തിലും വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ മജ്ലിസിലൂടെ പുതിയ പുതിയ അറിവുകളാണ് നമ്മൾ പഠിക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു വലിയ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മിൽ നിന്നും ദുൽഹിജ്ജ മാസം വിട പറയുകയാണ്. പുതിയൊരു വർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയൊരു വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒരു അധ്യായം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ട് പുതിയൊരു റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ നമ്മൾ തേടേണ്ടതുണ്ട്, അല്ലേ? റബ്ബിലേക്ക് അടുക്കാൻ കൂടുതൽ സമയമായി എന്നതിന്റെ അടയാളമാണ് ഓരോ വർഷവും കടന്നു വരിക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഉമ്മമാരെ പറ്റിയാണ്, സഹോദരിമാരെ പറ്റിയാണ്. ഞാൻ ഈ പറയുന്ന 7 വിഭാഗം ആളുകൾ, 7 വിഭാഗം ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടോ? ഈ 7 സ്വഭാവം നമ്മളിലുണ്ടോ? ഉമ്മമാരെ പഠിച്ചു വെച്ചോൾ. നിങ്ങളെ അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും ശപിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് കേൾക്കുമ്പോൾ സഹോദരന്മാർ അള്ളാഹ് മാത്രവും അള്ളാഹു മലക്കുകളും പെണ്ണുങ്ങളെ മാത്രമല്ലേ ശപിക്കുള്ളൂ ഉസ്താദെ, ആണുങ്ങളെ ശപിക്കൂലല്ലോ എന്ന ചോദ്യം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ അള്ളാഹു മലക്കുകളും ശപിക്കുന്ന പുരുഷന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രമല്ല, എല്ലാവരും മനുഷ്യന്മാരെ മുഴുവനും ചില സ്വഭാവ ദൂഷ്യം കൊണ്ട് റബ്ബും മലക്കുകളും ശപിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വീഡിയോയിൽ എന്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ഭാഗങ്ങളായിട്ട് പറയുന്നത്. ഇന്ന് പഠിക്കുന്നത് പ്രധാനപ്പെട്ട 7 സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവം ഏതൊരു പെണ്ണിലുണ്ടോ, ഉമ്മ, നിങ്ങൾ അള്ളാഹ്ന് ഇഷ്ടമല്ല, നിങ്ങളെ മലക്കുകൾ ഇഷ്ടമല്ല, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വളിരിബൂ ബിഹാദൽ വജ്ഹി സ്വാഹിബിക. ഈ മാസത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകണം. പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയമാണ് മുന്നിലുള്ളൂ, ഞാൻ വേഗം പറഞ്ഞു പോകാം, വിശദീകരിക്കുന്നില്ല. അള്ളാഹ് കബൂലാക്കട്ടെ. ഒന്നാമത്തത്, മഹാനതന്മാർ അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ച് രേഖപ്പെടുത്തുന്നു, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണ്. ഭർത്താവ് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലുണ്ടാവൂല, മറ്റെവിടെങ്കിലും ആയിരിക്കും. ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ പെണ്ണുണ്ടോ, ആ പെണ്ണിനെ അള്ളാഹുവും മലക്കുകളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ഉസ്താദെ നിങ്ങൾ ഇപ്പോഴും പഴയ കാലത്താണോ? ഇപ്പോഴും നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ഇന്ന് കാലം മാറിയില്ലേ? ഇന്ന് പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാം, പെണ്ണുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, നിങ്ങൾ ഇപ്പോഴും വീടിനുള്ളിൽ തളച്ചിടുകയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടൊന്നും മറുപടി പറയാനുള്ളത്, നിങ്ങൾ പുറത്തിറങ്ങണ്ടെന്നോ വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നോ ഒന്നും ഇവിടെ ഇസ്ലാം പറയണില്ല. നിങ്ങൾക്ക് പുറത്തു പോകാം. പെണ്ണ് വിവാഹം കഴിഞ്ഞവളാണോ, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ ധരിച്ച്, നിങ്ങളുടെ ഔറത്ത് മറയുന്ന രീതിയിൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകുന്നതിൽ ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ കാറോ ബസ്സോ ലോറിയോ ട്രെയിനോ പ്ലെയിനോ എന്തോ ഓടിച്ചോ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത്തത്, ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തു പോകുന്നവളാണോ? അമ്മമാരെ, സ്കൂളിൽ മീറ്റിംഗ് ആണ്, ഭർത്താവില്ല, ഭർത്താവിനോട് ചോദിക്കണം, ഞാൻ എന്താ പോവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്നടുത്ത് പോവാണ്, അമ്മയുടെ വീട്ടിൽ പോകണം, ഉമ്മാശന്റെ വീട്ടിൽ പോകണം, എവിടെയും പോട്ടെ, എന്താ പോവാട്ടോ എന്ന് പറയണം. അപ്പൊ അത്യാവശ്യമായിട്ട് സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നപ്പോ ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടാണ്, ഭർത്താവ് ജോലിയില്ല. അപ്പൊ വാട്സപ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ എന്ത് ചെയ്ത ഒരു വോയിസ് ഇട്ടേക്ക്, ഞാൻ എന്താ പോവാണ് കേട്ടോ എന്നൊരു അനുവാദത്തിന് വരെ പറഞ്ഞിട്ട് പോവുക. അതാണ് അവിടെ ഉദ്ദേശം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്, മഹാരഥന്മാർ രേഖപ്പെടുന്ന മുത്തനബി തങ്ങളുടെ ഹദീസിൽ മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, അന്യ പുരുഷന്മാർ എന്നെ നോക്കണം, അന്യ ആളുകളൊക്കെ എന്നെ കാണണം എന്ന നീയത്തിൽ ഒരുങ്ങുകയും പുറത്തേക്ക് പോകുന്നവൾ എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കും, നല്ല വസ്ത്രം ധരിക്കണം. ദീനിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുത്തനബി തങ്ങൾ പറഞ്ഞ എന്താ? ഇന്നല്ലാഹ ജമാൽ വയുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ. അള്ള ഭംഗിയുള്ളവനാണ്, അള്ള ഭംഗി ഇഷ്ടപ്പെടുന്നു. നല്ല വസ്ത്രം ധരിക്കണം, നല്ല സുഗന്ധം പൂശണം. ഇതൊക്കെ എവിടെയാണ്? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പൂശൽ ഭർത്താവിന്റെ അടുത്താണ്. നല്ല വസ്ത്രം ധരിക്കണം, അത് പുറത്തു പോകുമ്പോഴും ധരിക്കണം. എന്തിന്റെ പേരിൽ? നല്ല നീയത്തായിരിക്കണം. അത് എന്റെ വസ്ത്രം നല്ല, അല്ലാതെ അന്യ ആണുങ്ങൾ കാണണം, എല്ലാവരും എന്നെ കാണട്ടെ, ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരിയാന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ, ഇപ്പോഴും എന്റെ സൗന്ദര്യത്തിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും അല്ല സൗന്ദര്യവതിയാണെന്നൊക്കെ എല്ലാവരും കാണട്ടെ, 10 പേരെന്നെ നോക്കട്ടെ എന്ന ചിന്തയോടെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാൻ പാടില്ല, എന്ന നീയത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ അന്യ ആളുകൾ എന്നെ കാണണം, ശ്രദ്ധിക്കണം നീയത്തോടെ ഒരുങ്ങുന്ന പുറത്തു പോകുന്നവളെ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവും ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത് പറയുന്നു, ഭർത്താവിന്റെ സമ്പത്തിന് ദുരുപയോഗം ചെയ്യുന്നവൾ. ഭർത്താവ് പൈസ അയച്ചു കൊടുക്കും, അത് മക്കൾക്ക് വേണ്ടി, ബാപ്പാക്ക് വേണ്ടി, അതൊക്കെ ചെലവാക്കും. അനാവശ്യമായി ദുർവ്യയം ചെയ്യുന്നവരുണ്ട്. വെറുതെ ഷോപ്പിംഗ്, ഒന്നുമില്ല, ഉമ്മ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി ഓരോന്ന് ബുക്ക് ചെയ്യുന്നു, വരുത്തുന്നു, ഇങ്ങനെ വെറുതെ സമ്പത്ത് അമിതവ്യയം ചെയ്യും, വെറുതെ പാഴാക്കൽ. അങ്ങനെ സമ്പത്തിനെ പാഴാക്കുന്നവളാണോ? ഉമ്മമാരെ പഠിച്ചു വെച്ച് നിങ്ങൾക്ക് ദാരിദ്ര്യം വരും, ആ സമ്പത്ത് അധികം നിലനിൽക്കൂല, ജോലിയൊക്കെ നഷ്ടം സംഭവിക്കാം, അള്ളാഹു
മലക്കുകൾ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോകാൻ. അതോടൊപ്പം നാലാമത് പറഞ്ഞു, എപ്പോഴും ഭർത്താവിനോട് ത്വലാഖിനെ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തമാശക്കാണെങ്കിട്ടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പറയുമ്പോൾ എന്നാ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി, എന്നാ നിങ്ങൾ എന്നെ ഒഴിവാക്കി, എന്നാ നിങ്ങൾ എന്നെ ത്വലാഖില്ല, നിങ്ങൾക്ക് വേറെ ആളെ നോക്കിക്കോൾ എന്ന ചിന്തയിൽ തമാശക്കാണ് പറയാൻ പാടില്ല, കാര്യത്തിലാകട്ടെ തമാശയിലാകട്ടെ പറയാൻ പാടില്ല. എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ഭാര്യ പെണ്ണുങ്ങളെ വെച്ച് ഭർത്താക്കന്മാരോട് പറയും നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോൾ, അല്ലെങ്കിൽ പറയും നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോയി, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരും എന്നൊക്കെ പറയുന്നവർ, അത് പാടില്ല, അത് പാടില്ല. അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയ ഊഷ്മളതയും സ്നേഹവും ഐക്യവും ഉണ്ടെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എപ്പോഴും ത്വലാഖിന് ആവശ്യപ്പെടുന്നവരാണോ അള്ളാഹു ബറക്കത്തെടുത്ത് കളയും. എപ്പോഴും നിന്റെ മലക്ക് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് പറഞ്ഞു, ഭർത്താവ് വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ പോകാത്തവൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വിരിപ്പിലേക്ക് ക്ഷണിച്ചെന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഭർത്താവ് ഭാര്യ ക്ഷണിക്കാൻ, ആ സമയത്ത് ഭാര്യ വിലങ്ങി നിന്നാൽ അവളെ അള്ളാഹു മലക്കുകൾ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഭാര്യമാർക്ക് ചിലപ്പോൾ അശുദ്ധിയുടെ സമയം, ചില ഉമ്മമാരെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള വേദനകളുള്ള സമയമാണ് ആ സമയങ്ങളൊക്കെ. പീരീഡ് സമയത്തൊക്കെ ചില ഉമ്മമാരെ സംബന്ധിച്ച് വേദനകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭർത്താവ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് അറിയില്ല, ഓക്ക് പ്രശ്നമാണ്, അശുദ്ധിയുടെ സമയമാണ്, പീരീഡ്സ് ആണെന്ന് അറിയില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം, ഭർത്താവിനോട് മാന്യമായ രീതിയിൽ പറയണം, അല്ല ഞാൻ വരൂല, നിങ്ങളെ കാര്യം നോക്കി എന്ന് പറഞ്ഞ് അവനോടത് പറയാതെ മറച്ചു വെച്ച് വിലങ്ങി നിൽക്കലല്ല, പറയുക ഇങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ശാരീരിക ബുദ്ധിമുട്ട്, തുറന്നു പറഞ്ഞാൽ അനുസരിക്കാത്ത ആരോളെ. എന്നിട്ടും നമ്മുടെ ശരീരത്തെ, നമ്മുടെ വേദനകളെ, പ്രയാസങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല, അതിൽ നിങ്ങൾ വിലങ്ങി നിൽക്കാം, അതിൽ പ്രശ്നമില്ല. സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഹറാമിന് വേണ്ടി ഭർത്താവ് ക്ഷണിച്ചാൽ ഭാര്യ പോകാൻ പാടില്ല, അതങ്ങനെയാണ്. അശുദ്ധിയുടെ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായി വിലങ്ങി നിൽക്കാം, പ്രശ്നമില്ല. ആരും ഇവിടെ ഭർത്താവിന്റെ അടിമകളാണ് ഭാര്യ എന്നിവിടെ പറയണില്ല. ഭാര്യയ്ക്ക് പെണ്ണിന് അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളും ഇസ്ലാമൊക്കെ വെച്ച് നൽകുന്നുണ്ട് എന്ന് പറയും. ഇത് ഈ പറഞ്ഞു വന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, പക്ഷെ വിളിച്ചു പോണില്ല, അത് തെറ്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത്, ഭർത്താവിന്റെ ദേഷ്യത്തോടെ കിടന്നുറങ്ങുന്നവർ. ഭർത്താവിനോട് ദേഷ്യപ്പെടട്ടെ, ഭർത്താവിന്റെ ദേഷ്യം വരട്ടെ, രണ്ടാകട്ടെ, ദേഷ്യപ്പെട്ട് കിടന്നുറങ്ങുന്നവൾക്ക് നാളെ അള്ളാഹുവിന്റെ മലക്കുകളും മാലാഖമാരും അള്ളാഹും ശാപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത് പറഞ്ഞു, അവസാനത്തെ കാര്യം, ഭാര്യമാർ ശാപവാക്ക് പറയുന്നവർ. എപ്പോഴും ശാപവാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു, ഭർത്താവ് മറന്നുപോയി, അന്ന് രാത്രി പിന്നെ അവിടെ ബദർ യുദ്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ, നിങ്ങൾക്ക് സ്നേഹമില്ല, മറ്റതാണ് മറിച്ചാണ്. നിബിധങ്ങൾ മിഹ്റാജിന്റെ ഇസ്രാഇന്റെ മിഹ്റാജിന്റെ യാത്രയിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്, മിഹ്റാജിന്റെ യാത്രയിൽ നിബിധങ്ങൾ കൂടുതൽ കണ്ടത് നരകത്തിൽ പെണ്ണുങ്ങളെയാണ്. കാരണം എന്താ, ബാത്തില്ലാത്തോണ്ടല്ല, ഏറ്റവും വലിയ ബാത്തുള്ള പെങ്ങന്മാരാണ്, ഉമ്മമാരാണ്. എന്തുകൊണ്ടാ, നാവിനെ സൂക്ഷിക്കാത്തവരാ, നന്ദി കെട്ട വർത്താനം, ഭർത്താവിനോട് മോശം പറയുക, ശാപവാക്ക് പറയുക, മക്കളെ ശപിക്കുക, കുടുംബക്കാരെ ശപിക്കുക, മറ്റുള്ളവരെ ശപിക്കുക, ശാപവാക്ക് പറയുന്നവളെ സൂക്ഷിക്കുക. ഈ ദുൽഹിജ്ജ മാസം ഇവിടെ പറയുമ്പോൾ ഈ 7 സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ഈ ഒരു വർഷം പാഴായി, വരാനിരിക്കുന്ന വർഷവും പാഴായി. അള്ളാഹ് കബൂലാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗ്യം തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമല്ലോ, ഒറ്റ വാക്ക് തന്നെ കേട്ടാൽ മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ 1-2 വാക്ക്. ചില ആളുകൾ കമന്റ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറഞ്ഞ സമയമാണെങ്കിൽ 1-2 മിനിറ്റ് പറഞ്ഞാൽ പോലെ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരുണ്ട്, അവരെയും കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ് ഒരു 10 മിനിറ്റിനുള്ളിൽ വീഡിയോ നമ്മൾ പറയുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ തന്നെ മജ്ലിസാണ്, ബദരീങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മജ്ലിസാണ് ബദറിൻ തീരം എന്ന മജ്ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസ്, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.